എന്താ എന്താ മോളെ? ഈ പച്ചക്കൊച്ച അകത്തിരുന്ന് ഒച്ചുണ്ടാക്കിനെ ഡോക്ടർ പിടിച്ച് പുറത്താക്കി. അല്ല, ഈ ചേട്ടൻ എവിടെയോ നല്ല കണ്ടുപരിച്ചുണ്ടല്ലോ. നിനക്ക് മനസ്സിലായില്ലേ? ഈ ചേട്ടനാണ് ഗാനമേളക്ക് കുടങ്ങ പത്തി വെച്ച് ചെണ്ട കൊട്ടിയത്. ആ പച്ചനെ മനസ്സിലായ? ഈ കൊച്ചാണ് വില്ലുക്കാട്ട കിത്താറ് തിരിച്ചു പിടിച്ചു വെച്ച് വായിച്ചത്. എന്തുട്ട്? കിത്താറ്. ഓ, അതാണല്ലേ കിത്താറ്. ഓ, നമ്മളൊക്കെ ഇങ്ങനെയല്ലേ വായിക്കണത്. ഇത് ഇങ്ങനെയാണ് വായിച്ചത്. എന്തൊക്കെയാണെങ്കിലും കേട്ടാ വച്ചേ, ഉള്ളത് മൊത്തം നോക്കി പറയാമല്ല. ഗാനമേള അടിപൊളിയായിരുന്നു കേട്ടാ. ഗാനമേള അല്ല, കച്ചേരി. അത് നിങ്ങൾ കർണാടകയ്ക്ക് പറയുമ്പോ, ഞങ്ങൾ ഈ മലയാളിക്ക് പറയുമ്പോ ഗാനമേള. കച്ചേരിയൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ രണ്ടുമൂന്ന് ഹിന്ദി പാട്ട് കൂടി പാടിയിരുന്നു. ഇടക്കൊരു മിമിക്രി കൂടി ഉണ്ടായിരുന്നില്ല. അടിപൊളിയായനെ. പിന്നെ ഈ പക്കാമേള എന്ന് പറഞ്ഞ മിമിക്രിക്കാരെ വായ കൊണ്ട് കാണിക്കല്ല. അപ്പൊ ഈ മദ്യമത്തി പിടിച്ചിട്ട് കാന്താരിലേക്ക് പോരെടുപ്പിരിക്കും. അപ്പൊ പഞ്ചമി ഒന്ന് നിർത്തലുണ്ടോ? അപകടം ഉണ്ടായപ്പോ സഹായിച്ചതിനൊക്കെ നന്ദിയുണ്ട്. ഈശ്വരനോർത്ത് ഇത്തിരി സമാധാനം തരണം. വെറുതെ ഓരോന്ന് പറഞ്ഞ് സംഗീതത്തെ അവഹേളിക്കരുത്. നമ്മുടെ സംഗീതവാസന ഈ കിത്താറിസ്റ്റിന് പിടിക്കണില്ല കേട്ടാ. എന്നാ പിന്നെ ഈ പച്ചക്കൊച്ചിന് ഇച്ചിരി മനസമാധാനം കൊടുത്തു അല്ലേടാ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ നേരെ ആ കാന്റീനിൽ പോയി ഒരു ചായക്ക് പണി കൊടുത്തിട്ട് വരാം. എന്നിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ ബോധം വരുമ്പോ പറയണം കേട്ടാ. പുള്ളിക്കാരനോട് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം സംസാരിച്ചിട്ട് ഞങ്ങൾക്ക് നേരെ പള്ളിയങ്ങാടിക്ക് പോകാനുള്ളതാണ്. ബോധം വരുമ്പോ അറിയിക്കാം. നിങ്ങൾ ചെല്ല്. എങ്ങനെയുണ്ട് ഗായത്രി? ഏട്ടൻ വിഷമിക്കണ്ട, പേടിക്കാനൊന്നുമില്ലാന്നാ ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ നിന്നോട് സംസാരിച്ചിട്ട് പോയ കക്ഷി ഏതാ? അത് ആക്സിഡന്റ് ആയപ്പോ അവരാ തിരുമേനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിപ്പോ വലിയ ശല്യായിരിക്കുക. തിരുമേനിയെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ട് ഇത്ര. ഇവിടെ എങ്ങുള്ള ആളല്ല. സ്ഥലപ്പേരെന്തോ പള്ളിയങ്ങാടി എന്നാ മറ്റാ പറഞ്ഞേ. കുറച്ചു നേരമായി വെയിറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞു. നിങ്ങൾക്ക് എന്താ വേണ്ടേ? 2 പരിപ്പയുടെ ഒരു ചായ. അല്ല, അതിന് ഞാൻ ക്യാനിങ്ങൊക്കെ ഒന്ന് മെനക്ക് വെച്ചൂടെ മാഷെ? എന്തൊരു ഈച്ചയാണ്. 2-3 ഉണക്കിയും പുറത്തുനിന്ന് പുറത്ത് വെച്ചാ പോരാ. ഈ ഈച്ച കംപ്ലീറ്റ് അങ്ങോട്ട് പോകൂലേ മാഷേ? ഞാൻ ക്യാൻറ്റീൻ നടത്തുന്ന ആളല്ല, മേപ്പത്തൂർ തിരുമേനിയുടെ മാനേജരാ. ബോധം വീടാ മാഷെ? ബോധക്കേടൊന്നുമില്ല, മരുന്നിന്റെ സെഡേഷൻ കൊണ്ടുള്ള മയക്കോ. വേറെ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. അല്ല, അദ്ദേഹത്തിനോട് എന്തോ അത്യാവശ്യമായിട്ട് സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നില്ല, എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. അയ്യോ, അത് നേരിട്ട് പറയാനുള്ള കാര്യമാണ് മാഷെ. നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ തിരിച്ച് നാട്ടിൽ ചെന്നാ വീട്ടിൽ കയറ്റിയല്ലേ? പള്ളിയങ്ങാടിയിലെ ഏത് വീട്ടുകാരായിട്ട് വരും? അങ്ങനെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതല്ല, വീട്ടുപേരെന്താ ചോദിച്ചത്? അയ്യേ, കുരിശ് വീടെന്ന് കേട്ടിട്ടില്ലേ? പണ്ട് കുരിശൂത്തം പൊട്ടി പുറപ്പെട്ടു തന്നെ അവിടുന്നല്ലേ. കുരിശ് വീട്ടിൽ വാവാന്ന് പറഞ്ഞാൽ ഏത് ചന്തപ്പിള്ളേർക്കും അറിയാം. എന്ത് ചെയ്യുന്നു? തല്ലില്ലാത്തപ്പ കൃഷി ചെയ്യും. ഒന്നും മുണ്ടാതിരിക്കണ. അങ്ങനെയൊന്നുമില്ല മാഷെ. ഉള്ള മുതലൊക്കെ നോക്കി നടത്തണം. പിന്നെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഒരു ജോലി ഇല്ലാത്തവര് പറയണ പോലെ കൃഷിയാണെന്ന് വേണമെങ്കിൽ പറയാം. ചോദിക്കുന്നോണ്ട് വേറെ ഒന്നും തോന്നരുത്. ചോദിക്കാതെ എങ്ങനെയാണ് തോന്നണത്? തിരുമേനിയായിട്ട് എങ്ങനെ നേരത്തെ പരിചയമുണ്ടോ? അങ്ങനെ നേരത്തെ പരിചയമൊന്നുമില്ല മാഷെ. പിന്നെ പറഞ്ഞു വരുമ്പോ ഈ തിരുമേനി വകേലെന്റെ അച്ഛനായിട്ട് വരും. മേപ്പത്തൂർ നമ്പൂതിരിയുടെ ഏക ആൺതടിയായി നിൽക്കുന്നത്. അച്ഛനെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുത്തോണ്ട് താമസിക്കുന്നത് അല്ലേ? ക്ഷമിക്കണം, ആളെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അച്ഛൻ കൊമ്പത്തും അമ്മ വരമ്പത്തും ബാവ പെരുവഴിയിലും ആയതുകൊണ്ട് ആർക്കും അങ്ങനെ മനസ്സിലാകില്ല മാഷെ. ദേ നമ്മുടെ കുടങ്കമ്പളത്തി തന്നെ. എന്തായി, ബോധം വീണോ? ഇല്ല, ഗായത്രി കുഞ്ഞ് അന്വേഷിച്ചായിരുന്നു. പണിക്കരേട്ടാ, ഇവര് താമസിക്കുന്ന ഹോട്ടലിലെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടാക്കണം. തൽക്കാലം നിങ്ങൾ അവിടെ റെസ്റ്റ് എടുത്തോളൂ. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ റൂമിലേക്ക് മാറ്റും. അപ്പൊ ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാം. എന്താ പോരെ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. തീർച്ചയായും. ഇതെന്താണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്? ഗ്രഹണ സമയത്ത് ഞാൻ മുട്ടനാടുകൾ അറിയാൻ പോലെ. അല്ലേ, ഞാൻ നമ്മുടെ സംഗീത സാഗർ ഉണ്ടല്ലോ മേൽപ്പത്തൂര്, പുള്ളിക്കാരന്റെ കാര്യം ഓർത്ത് ചിരിച്ചു പോയതാടാ. അത് ശരി. എന്നെ ദേ ഇത്ര ഉള്ളപ്പോ കണ്ടതാണ്. തീർച്ചയായും. ഇപ്പൊ പന പോലെ വളർന്ന് ആകാശം മുട്ട നിൽക്കണ മകനെ കാണുമ്പോ പുള്ളിക്കാരൻ ഷോക്ക് അടിച്ച് പണ്ടാറടങ്ങി പോകൂലേ? പിന്നെ കരഞ്ഞുകൊണ്ട് മാംസഭോജി രാഗത്തിനൊരു കീർത്തനം പാടിത്തരും പോരെ. എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് മൂർത്താവില് തലോടും. അയ്യേ, മൂർധാവില. ഒരു അച്ഛൻ മകനോട് അങ്ങനെ ഒരു വൃത്തിയോട് കാണിക്കോ? ഈടാ മേനെ കെട്ടവനെ, മൂർത്താവെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത്. ഓ, അത് ശരി. അപ്പൊ ഇതും മൂർത്താവാണല്ലേ? അപ്പൊ പിന്നെ കുഴപ്പമില്ല. പിന്നെ ബാബുച്ചിനോട് സ്നേഹം കൂടുമ്പോണ്ടല്ല, അദ്ദേഹത്തിന്റെ കച്ചേരിക്ക് കുടം കമത്താനോ വെള്ളം കോരാനോ പറയും. നിന്നേക്കരുതിട്ടാ, നമുക്ക് പെരുന്നാൾ നടത്താൻ പോകണ്ടാണ്. അത് നീ പറഞ്ഞിട്ട് വേണം. വേണ്ടാത്ത പണിക്ക് നമ്മൾ പോവുക. പിന്നെ നമ്മളെ കൊണ്ട് ആകണ സഹായം വേണേ ചെയ്തു കൊടുക്കാം. തീർച്ചയായിട്ടും. എതിര് ഗ്രൂപ്പ് കച്ചേരിക്കാരുണ്ടെങ്കിൽ പണി കൊടുത്ത് പരിപ്പെടുത്ത് കൊടുക്കും. കാശ് കൊടുക്കാത്ത ഗാനമേളക്കാരുണ്ടെങ്കിൽ അവിടെ ഒരു സിമ്പിൾ പണി കൊടുത്ത് കാശ് മേടിച്ചു കൊടുക്കാം. അല്ലാതെ നമ്മൾ വേറെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും. ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ കുഴപ്പമില്ലല്ലോ. നല്ല താമസൗകര്യം. ഒരു സോഡ വെച്ചിട്ട് 1.5 മണിക്കൂർ താമസം കിട്ടിയത്. ഒന്നും മിണ്ടായിരിടാ. അച്ഛന്റെ കാര്യം എന്തേ? നിങ്ങൾ പോകുന്നതിന് പിന്നാലെ റൂമിലേക്ക് മാറ്റി. പെട്ടെന്നുണ്ടായ ഷോക്കിന്റെ മയക്കം മാത്രമായിരുന്നു. ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ദൈവാധീനം കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ റെസ്റ്റ് ചെയ്തോളാവുന്ന തിരുമേനി നിർബന്ധം പിടിച്ചതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്ത് പോരുകയും ചെയ്തു. ഇനി ഡോക്ടർ മനയിൽ വന്ന് നോക്കിക്കോളൂ. അപ്പൊ പിന്നെ സൗകര്യമായി. ഇനിയിപ്പോ ഏതായാലും വൈകിക്കണ്ട. നീ എല്ലായിടത്തും പെട്ടിയിൽ വെക്കും. നമുക്ക് നേരെ മനയിലോട്ട്. അത് വേണ്ട. പറയുന്നതിൽ വിഷമം തോന്നരുത്.
നാളെ രാവിലെ തന്നെ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. നിങ്ങളെ കാണാൻ തിരുമേനിക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. പിന്നെ ഈ പണം നിങ്ങളെ ഏൽപ്പിക്കാനും പറഞ്ഞു. എന്നാ ഞാൻ വരട്ടെ. വാവച്ച് വിഷമിക്കണ്ട. വക്കീലമ്മയെ ഡൈവോഴ്സ് ചെയ്ത പോലെ അച്ഛൻ മകനെയും ഡൈവോഴ്സ് ചെയ്ത് കാണും. അതെന്നെ, ഒരു ഡൈവോഴ്സ് മകനെ സ്വീകരിക്കാൻ ഏത് അച്ഛനും ഒരു ബുദ്ധിമുട്ടുണ്ടാവും വാവച്ചി. സ്വന്തം മകനെ കാണാൻ പോലും കൂട്ടാക്കാത്ത അച്ഛനെ കണ്ട് അനുവാദം മേടിക്കാമെന്നാ ഞാനടാ കിഴങ്ങൻ. തീർച്ചയായിട്ടും ആരുടെ അനുവാദം മേടിക്കാതെ മാമോദിസ മുങ്ങി പള്ളിപ്പെരുന്നാൾ നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അത് കറക്റ്റ്. എന്നാലും ആ മേൽപ്പത്തൂര് നമ്മളെ വെറും പിച്ചക്കാരാക്കി കളഞ്ഞല്ലടാ. അങ്ങേക്ക് വയസ്സായി സീസി അടഞ്ഞ് തീരാറായി നിൽക്കുകയാണ്. സ്വന്തം മകനെ കണ്ടൊരു നല്ല വാക്ക് പറഞ്ഞ അയാൾക്കടെ വായിരിക്കണം സരികമ തെറിച്ചു പോവുക. എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റില്ലടാ. എന്നാ പിന്നെ ഒരു ബോട്ടിലും കൂടെ പറ. അയ്യോ അതല്ല, പിന്നെ നമ്മളെ പിച്ചക്കാരാക്കിയ സംഭവം കഴിഞ്ഞു. ഇനി പട്ടികടി കൊള്ളേക്കുമ്പോ നമുക്കിടുന്ന് പോകാം. നമുക്കിന്ന് രാത്രി തന്നെ പോകാം. അതിനുമ്പ് നീ എനിക്കൊരു 5 മിനിറ്റ് ടൈം തരണം. തീർച്ചയായിട്ടും. നീ ഒരെണ്ണം ഓർഡർ ചെയ്തേ ഇവിടെ ഇരുന്ന് കീച്ചിക്കോ. ഇതെന്റെ അല്ല ആവശ്യത്തോടെ പോകണം മുള്ളാമോണാണ്. അല്ല, എനിക്ക് ആ മേൽപ്പത്തിന്റെ മുമ്പിൽ ചെന്ന് മാർക്കറ്റിനകത്തിൽ ഒരു 2 കീർത്തനം കാച്ചണം. അത് കൊള്ളാം. മദ്യപിച്ച് കാരണം നമുക്ക് മദ്യമത്തിൽ തന്നെ അങ്ങോട്ട് നടക്കാം. അയ്യോ, അപ്പൊ പിന്നെ പക്കാമേളത്തിന് എന്ത് ചെയ്യും? അവിടെ സെക്യൂരിറ്റിക്കാരനല്ലപ്പാ. പിന്നെ പെട്ടെന്ന് പോയിട്ട് വാ. ചേട്ടാ ഇവിടെ പൈൻ്റെ കൂടി മണ്ണ് തിന്നു. നിക്കടാ പന്നി, ഇവിടെ പക്കാമേളക്കാരാണെങ്കിൽ ഇതുപോലെ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. മേൽപ്പത്തൂർ വിഷ്ണു നമ്പൂരി അച്ചോ, ഒന്ന് ഇറങ്ങി വരണം. പള്ളിയങ്ങാടിന്ന് ഈ പാവപ്പെട്ടവൻ ആ മുഖതാവിൽ ഒരു കാര്യം പറയാൻ വേണ്ടി പാടുപെട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ആരവിടെ? ലോറി കയറി പണ്ടാരടങ്ങാൻ പോയപ്പോ വാരിക്കൂരി ആശുപത്രി ഇട്ടതിന് നന്ദിയൊന്നും വേണ്ട, നോ താങ്ക്സ്. പോട്ടെ, അതൊരു പുണ്യ പ്രവൃത്തി. ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കണോന്ന് പറഞ്ഞപ്പോ താല്പര്യമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എനിക്കറിയണം. കുറുപ്പങ്ങാട്ട വേലായതിന് പാറക്കുട്ടിയിലുണ്ടായൊന്നും അല്ല ഞാൻ. കുരിശി വീട്ടിലെ മറിയാമ്മക്ക് ഈ നിക്കണ വിഷ്ണു നമ്പൂരിലുണ്ടായ മകൻ തന്നെയാണ്. കോടതിയിൽ നിന്ന് തല്ലിപ്പിരിഞ്ഞ് പോയെങ്കിലേ മകൻ തന്നെയാണ്. തേച്ചൊരച്ചൊന്ന് മുങ്ങിക്കുളിച്ചാ പോണതൊന്നും അല്ല രക്തബന്ധം. അങ്ങാടി ചെന്ന് കാശ് കൊടുത്താൽ വിട്ട് തന്നവരെ കിട്ടുകയില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേ വിവാഹം നല്ല മിടുക്കനൊരു തന്തേനെ പോയി മേടിച്ചാനെ. ഞാനൊന്ന് കാണാൻ വന്നപ്പോ പിച്ചക്കാശ് തന്നെ പറഞ്ഞഴക്കാൻ നോക്കണേണ. ഇരിക്കണം നിങ്ങളുടെ കാശ്. 10ന്റെ പൈസ എനിക്ക് വേണ്ട. എടുത്തോ എടുത്തോ. ഈ സംഗീതക്കാരനായാലേ മനസ്സിൽ നന്മ വേണം, സ്നേഹിക്കാൻ അറിയാവുന്ന രാമാശയം വേണം. അല്ലാതെ സംഗീതം കടലാണ് സാഗരമാണെന്ന് പറഞ്ഞു നടന്ന എന്ത് കാര്യം? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാണ്. ഈ പാട്ടുകാരൊക്കെ സംഗീതം പഠിക്കാൻ കടലിലാണോ പോണത്? ഈ സംഗീതം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിലും സംഗീതമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ സംഗീതമുണ്ട്. അത് കോടതി വെച്ച് പോയി. അച്ഛനും മകനും തമ്മിലൊരു സംഗീതമുണ്ട്. അത് ജാതിയുടെ പേരിൽ പോയി. പിന്നെ എന്ത് സംഗീതമാണ്? ജീവിതത്തിലെ സംഗീതം മുഴുവൻ തെറ്റിച്ചിട്ട് നാട്ടുകാർക്ക് സംഗീതം വിളമ്പി കൊടുത്തിട്ട് ഒരു കാര്യമില്ല ചോ, ഒരു കാര്യമില്ല.
ധ സ ധ ധ പ ഗ പ ഗ രി സ ഗ പ ധ സ ധ ധ പ ഗ പ ഗ രി സ ധ സ രി സ രി 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 സ രി ഗ രി ഗ ഗ ധ സ രി സ രി 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 സ രി ഗ രി ഗ ഗ ഗ പ ധ സ രി സ ധ പ ഗ പ ഗ രി സ ഗ പ ധ സ രി സ ധ പ ഗ പ ഗ രി സ സരി ഗ രി സരി ഗ അമ്മേ ചായ ചായ ഞാനിത് ഇവിടെ ഇന്നിത്രേ മതി, കുട്ടികൾ പോയിക്കോളൂ.